വ്യൂവേഴ്സ്, വെൽക്കം ടു അനഹ ഫുഡ്സ്. ഞാൻ ഇന്ന് അപ്പം എങ്ങനെ പെർഫെക്റ്റായി ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് ഇടുന്നത്. നിറയെ പേരുടെ പരാതിയാണ് പെർഫെക്റ്റായിട്ട് അപ്പം കിട്ടുന്നില്ല എന്നുള്ളത്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിനോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇനി നമുക്ക് പെർഫെക്റ്റായിട്ട് അപ്പം എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോയിലോട്ട് കടക്കാം. ഞാനിപ്പോൾ 1 കിലോ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ അപ്പത്തിനായിട്ടുള്ള പച്ചരി തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള അരി തന്നെ തിരഞ്ഞെടുക്കണം. അതുപോലെ നമ്മൾ കഴുകുമ്പോൾ ഒരു 3-4 വെള്ളത്തിൽ നന്നായിട്ട് കഴുകണം. നന്നായിട്ട് കഴുകിയ ശേഷം മാത്രമേ കുതിരാനിടാവൂ. ഇതിപ്പോൾ ഞാനിപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു 3-4 മണിക്കൂർ വെക്കാൻ പോവുകയാണ്. ഇത് 50 ഗ്രാം ചവ്വരിയാണ്. ഇത് നമുക്ക് കുതിർക്കാനിടാം. ഇത് നമ്മൾ അപ്പത്തിന് ചേർക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് അപ്പം നല്ല ഭംഗിയും നല്ല വെള്ള കളർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. മാവ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുതിർത്ത പച്ചരി ഒരു 4 മണിക്കൂറാണ് പച്ചരി കുതിർക്കാൻ വെച്ചത്. ഇതിനോടൊപ്പം അരമുറി തേങ്ങയുടെ പകുതി ചെരുവിയത്. തേങ്ങ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല മധുരമുള്ള വിളഞ്ഞ തേങ്ങ നോക്കി എടുക്കണം. അപ്പം നല്ല ടേസ്റ്റായിട്ട് കിട്ടും. 1 കപ്പ് ചോറ്, കുതിർത്ത ചവ്വരി 50 ഗ്രാം. ഇത് ദോശമാവാണ്, പുളിച്ച ദോശമാവാണ്. നമ്മളിപ്പോൾ ഈസ്റ്റൊന്നും ചേർക്കാത്തത് കൊണ്ട് ഇതിൽ നിന്ന് ഒരു പകുതി ചേർത്താൽ മതിയാവും. ഗ്രൈൻഡറിൽ അരിയെല്ലാം ഇട്ടിട്ടുണ്ട്. അതിനോടൊപ്പം തേങ്ങ, ചോറ്, ചവ്വരി, മാവ്, പുളിച്ച മാവ് പകുതി നമുക്ക് അരയ്ക്കാം. നമ്മുടെ അപ്പത്തിൻ്റെ മാവെല്ലാം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൽ കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത ശേഷം ഇളക്കി ഒരു 7 മണിക്കൂർ പൊങ്ങാൻ വെക്കണം. അപ്പത്തിനുള്ള മാവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അപ്പം ചുട്ട് തുടങ്ങാം. ഞാനിപ്പോൾ ഇത് സാധാ പാത്രം ആയതുകൊണ്ടാണ് നല്ലെണ്ണ പുരട്ടുന്നത്. നോൺ സ്റ്റിക്ക് ഉള്ളവർക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ അപ്പം ചുടുന്നതിന് മുമ്പേ ആയിട്ട് ഒരു ദിവസം മുന്നേ ആയിട്ട് നമ്മൾ ഈ ചീനിച്ചട്ടിയിൽ നല്ലെണ്ണ പുരട്ടി വെയിലത്തൊന്ന് ഉണക്കിയ ശേഷം അപ്പം ചുട്ടാൽ നമുക്ക് ഈസി ആയിട്ട് ഇളകി വരും. നമുക്കിനി അപ്പം ചുട്ട് തുടങ്ങാം. മാവെല്ലാം തയ്യാറായിട്ടുണ്ട്.